My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻഡ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 223 എപ്പിസോഡിൽ കാലിബൈക്രോമിക്കം എന്ന അധ്യായത്തിൻ്റെ 4-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് കരളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടർന്നും പറയുന്നുണ്ട്. പിത്തസഞ്ചിയിലെ കല്ലിനെ എങ്ങനെ കാലിബൈക്ക് നശിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വയറും കുടലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിൽ തന്നെ വേനൽക്കാലത്തും തണുപ്പ് കാലത്തും എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച്, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച്, സ്ത്രീകളുടെ ഗർഭാശയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ കെൻഡ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. നമുക്കവ വിശദമായിട്ട് പരിശോധിക്കാം. ദർ ഇസ് പെയിൻ ഇൻ ദ ലിവർ, ഹാർഡ് കോൺട്രാക്റ്റിംഗ് പെയിൻ എക്സ്റ്റെൻഡിങ് ദ ഷോൾഡർ റിസംബ്ലിങ് ക്രോട്ടാലസ്. ക്രോട്ടാലസുമായിട്ടൊരു സാദൃശ്യം. കരളിലെ വേദനയിൽ ഇങ്ങനെ വലിഞ്ഞു ചുരുങ്ങുന്ന തരത്തിലുള്ള കോൺട്രാക്റ്റിംഗ് പെയിൻ, അത് ആ പെയിൻ ചുമലിലേക്ക്, ഷോൾഡറിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. കരളിൻ്റെ ഭാഗം മുതൽ ആ ഭാഗത്തെ ചുമൽ വരെ നീണ്ടു നിൽക്കുന്ന വേദന. ഈ കാര്യത്തിൽ ക്രോട്ടാലസ് ഹൊറിഡസുമായിട്ട് സാദൃശ്യമുണ്ട്. പെയിൻ ദ ലിവർ ഫ്രം മോഷൻ, ചലിക്കുമ്പോൾ അല്ലെങ്കിൽ അനങ്ങുമ്പോൾ നടക്കുമ്പോഴൊക്കെ കരളിൻ്റെ ഭാഗത്ത് വേദന. ഡൾ ഏക്കിംഗ് പെയിൻ ഇൻ ദ ലിവർ. ഇറ്റ് ഈസ് എ യൂസ്ഫുൾ റെമഡി ഇൻ ലിവർ കണ്ടീഷൻ അസോസിയേറ്റഡ് വിത്ത് ഗാൾ സ്റ്റോൺസ്. പിത്തസഞ്ചിയിലെ കല്ലുമായിട്ട് ബന്ധപ്പെട്ട കരളിൻ്റെ പ്രശ്നങ്ങളിൽ ഇത് വളരെ ഉപകരിക്കുന്ന ഒരു ഔഷധമാണ്. അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. It corrects the action of the liver so that healthy bile is formed and the gallstones are dissolved. കരളിൻ്റെ പ്രവർത്തനത്തെ ഈ ഔഷധം ക്രമീകരിക്കുമ്പോൾ പിത്തരസം ആരോഗ്യകരമായിട്ട് മാറുന്നു, അതിലെ ക്രമരാഹിത്യം മാറുന്നു. അപ്പോഴേക്കും കല്ലുകൾ, പിത്തസഞ്ചിയിലെ കല്ലുകൾ ലയിച്ചു പോവുകയും ചെയ്യുന്നു. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ദ ലിവർ ആൻഡ് ഓൾസോ ഇൻ സ്പ്ലീൻ ഓൺ മോഷൻ. നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ ഒരു വിശദീകരണമാണ്. ചലിക്കുമ്പോൾ, അനങ്ങുമ്പോൾ കരളിൻ്റെ അവിടെ മാത്രമല്ല സ്പ്ലീനിൻ്റെ ഭാഗത്തും സ്റ്റിച്ചിങ് പെയിൻ വേദനയുണ്ട്. ദ അബ്ഡോമൻ ഈസ് വെരി ടിംഫാനിറ്റിക് വിത്ത് ടെൻഡർനെസ്. അടിവയറ് വളരെ വീർത്ത് കെട്ടിയിരിക്കുകയാണ്, വേദനയും തൊടുമ്പോഴൊക്കെ പ്രയാസമുണ്ട്. ദർ ആർ സ്റ്റിച്ചിങ് കട്ടിങ് പെയിൻസ്. കുത്തുന്ന തരത്തിൽ, മുറിക്കുന്ന തരത്തിൽ, വെട്ടുന്ന തരത്തിലൊക്കെ ഉള്ള വേദനയാണ്. സിങ്കിങ് ഇൻ ദ അബ്ഡമൻ വിത്ത് നോസിയ ആഫ്റ്റർ ഈറ്റിംഗ്, ദെൻ കംസ് വോമിറ്റിംഗ്, ദെൻ കംസ് ഡയറിയ. അപ്പോൾ വയറിൻ്റെ പ്രശ്നം, അടിവയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം, അതിൻ്റെ ഒരു ക്രമം, അതിൻ്റെ പ്രോഗ്രഷൻ. ആഹാരം കഴിച്ച ശേഷം ഓക്കാനം വരുന്നു. ഓക്കാനത്തെ തുടർന്ന് ശരിക്കും ഛർദി ഉണ്ടാകുന്നു. ഛർദിയുടെ അടുത്ത പടിയായിട്ട് വയറിളക്കം വരുന്നു. ആഹാരത്തിന് ശേഷം ഓക്കാനം വരൽ, ഛർദി, വയറിളക്കം. ദിസ് ഈസ് ദ ഓർഡർ ഇൻ വിച്ച് ദീസ് സിംറ്റംസ് ജനറലി അപ്പിയർ. It is a very useful remedy in gastrointestinal cases, ulcers of the intestines in typhoid conditions. ജ്വരപ്പനി, ടൈഫോയിഡ് വരാൻ നേരത്ത് കുടലിൽ വ്രണങ്ങൾ, പുണ്ണുകളൊക്കെ ഉണ്ടാകും. അത്തരം അവസ്ഥകളിൽ കാലിബൈക്ക് ഉപകരിക്കും. ദിസ് റെമഡി ഹാസ് ഓൾസോ എ മോർണിംഗ് ഡയറിയ ലൈക്ക് സൾഫർ. സൾഫറുമായിട്ട് സാദൃശ്യം. പ്രഭാതത്തിൽ വയറിളക്കം. നമ്മൾ നേരത്തെ അലോയിൽ അത് കണ്ടു. അങ്ങനെയാണ് നമ്മൾ കാലിബൈക്കിലേക്ക് വന്നത്. ഇറ്റ് ഹാസ് ഡയറിയ ഇൻ തൈസിസ്. ക്ഷയരോഗത്തിൻ്റെ അവസ്ഥയിൽ വയറിളക്കമുണ്ട്. ഇറ്റ് ഹാസ് ഡയറിയ ഇൻ ടൈഫോയിഡ് ഫീവർ. വാട്ടറി സ്റ്റൂൾസ്, വെള്ളം പോലുള്ള സ്റ്റൂൾസാണ്. സ്റ്റൂൾസ് ആർ ബ്രൗൺ ആൻഡ് വാട്ടറി ഓർ മേ ബി ബ്ലാക്കിഷ് വാട്ടറി. അപ്പോൾ തവിട്ട് നിറത്തിൽ വെള്ളം പോലെ, കറുത്ത നിറത്തിൽ വെള്ളം പോലെ, രണ്ടും വരാം. ദർ ഇസ് ഓഫൺ മച്ച് ടെനസ്മസ് ആൻഡ് സ്റ്റൂൾ. വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് വളരെയധികം വേദനയുണ്ട്. ക്രോണിക് ഡയറിയ ഇൻ ദ മോർണിംഗ്. സൾഫറിലൊക്കെ കാണുന്ന പോലെ പ്രഭാതത്തിൽ വല്ലാത്ത വേദന. അതിൻ്റെ അടുത്ത പടിയായിട്ട് പറയുന്നുണ്ട് ഡയറിയ ആഫ്റ്റർ ബിയർ ലൈക്ക് അലോ, ചൈന, ഗാംബിയം, ലൈക്കപ്പോഡിയം, മ്യൂറിയാറ്റിക് ആസിഡ്, സൾഫർ. ബിയർ കുടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന വയറിളക്കത്തിന് ഈ ഔഷധങ്ങളുമായി കാലിബൈക്കിന് സാദൃശ്യമുണ്ട്. ആ ഒരു ഗണത്തിലാണ് കാലിബൈക്കും വരുന്നത്. ഫ്രീക്വൻ്റ്ലി ദർ ആർ ക്ലേ കളേർഡ് സ്റ്റൂൾസ്. കളിമണ്ണിൻ്റെ നിറത്തിലുള്ള മലം, ഫ്രീക്വൻ്റ്ലി. Again, there are bloody stools, as in dysentery.
ഡിസെൻട്രിയിലുണ്ടാകുന്ന പോലെ രക്തം കലർന്ന മലവും ഉണ്ടാകാം. ജസ്റ്റ് ബോത്ത് ഡയറി ആൻഡ് ഡിസെൻട്രി ആഫ്റ്റർ റുമാറ്റിസം ഹാസ് ഡിസപ്പിയേർഡ്. റുമാറ്റിസം അപ്രത്യക്ഷമായ ശേഷം ഡയറിയയും ഡിസെൻട്രിയും, വയറിളക്കവും രക്താതിസാരവും രണ്ടും ഉണ്ടാകാം. അപ്പോൾ ഈ റുമാറ്റിസം ഡിസപ്പിയർ ചെയ്യുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെ എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും പോകുന്നതാണോ, തെറ്റായ ഔഷധ പ്രയോഗത്തിന്റെ ഫലമായി സപ്രസ് ചെയ്യുന്നതാണോ എന്നതിനെക്കുറിച്ച് വിശദീകരണമില്ല. ഇറ്റ് സീംസ് റുമാറ്റിക് കണ്ടീഷൻസ് ആർ ഇൻക്ലൈൻ ടു ഓൾട്ടർനേറ്റ് വിത്ത് ഡയറിക് കണ്ടീഷൻസ്. ഉണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. റുമാറ്റിക് കണ്ടീഷൻ, വാദസംബന്ധമായ അവസ്ഥകൾ വയറിളക്കമായിട്ടുള്ള അല്ലെങ്കിൽ വയറിൽ നിന്ന് അയഞ്ഞു പോകുന്നതായിട്ടുള്ള അവസ്ഥകളുമായിട്ട് മാറി വരാനുള്ള ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്, ഒരു ചായ്വ്, ഒരു പ്രവണത. ഇതിനെ എങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്? എനിക്ക് ഇതിൻ്റെ ശരീരശാസ്ത്രം ശരിക്കും അറിയില്ലാത്തതുകൊണ്ട് ഒരു ലെയ്മാൻ പരിശോധിക്കുന്ന പോലെ നെറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. ഇത് ഓൾട്ടർനേഷൻ ഉണ്ടാകുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുകയോ അതിൻ്റെ വിശദീകരണം തരികയോ ചെയ്തില്ല. അങ്ങനെ വരാം, റുമാറ്റിസത്തിന് ശേഷം അതും മാറിയ ശേഷം ഡയറിയ വന്ന ചരിത്രമുണ്ട്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ ശരീരശാസ്ത്രത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അത് പഠിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഏതായാലും കെൻ്റ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഒരു പ്യുവർലി ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിലാണ്. പ്യുവർലി ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പല അവയവങ്ങളെ സംബന്ധിച്ചുള്ള കറസ്പോണ്ടൻസിനെ കുറിച്ച് കെൻ്റ് അദ്ദേഹത്തിൻ്റെ ലെസർ റൈറ്റിങ്സിൽ എഴുതിയ കാര്യം വളരെ വളരെ ശ്രദ്ധേയമായ, വളരെ രസകരമായ രീതിയിലുള്ള വിശദീകരണമാണത്. അതിൽ ശ്വാസകോശവും മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ക്ഷയരോഗവും മനോവിഭ്രാന്തിയും മാറി മാറി വരുന്നൊരു കേസ് ഞാൻ എൻ്റെ അയൽവക്കത്ത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഹോമിയോപ്പതിക് ലിറ്ററേച്ചറൊക്കെ വായിക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു അത്. ഞാൻ ഹോമിയോപ്പതി ചികിത്സയ്ക്ക് വന്നു. ആ സമയത്ത് ആ രോഗി മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തിൽ പല സൈക്കാട്രിസ്റ്റിനോടും പല സീനിയർ ഫിസിഷ്യൻസിനോടും ആ കാര്യം ചോദിച്ചു. ഈ ഓൾട്ടർനേഷൻ അവരും അത് കണ്ടിട്ടുണ്ട്, അങ്ങനെ വരാറുണ്ട് എന്നൊക്കെ അല്ലാതെ അതിനൊരു തിയറട്ടിക്കൽ ബേസിസ് അവർക്ക് പറയാനില്ല. ഇന്ന സിദ്ധാന്തപ്രകാരം, ഇന്ന തത്വപ്രകാരം ഇത് തമ്മിൽ ഓൾട്ടർനേറ്റ് ചെയ്യാം, അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഹോമിയോപ്പതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ഫിലോസഫി ഉള്ള വൈറ്റൽ പ്രിൻസിപ്പിൾ അനുസരിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടൊരു ഫിലോസഫി ഉണ്ട്. അതായത് വൈറ്റൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ജീവതത്വം അത് ജീവശക്തിയിലൂടെ പ്രവർത്തിക്കുന്നു, വൈറ്റൽ ഫോഴ്സിലൂടെ പ്രവർത്തിക്കുന്നു, അത് എക്സേർട്ട് ചെയ്യുന്നു. ഈ ജീവശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതൊരു ഫോഴ്സാണല്ലോ. ഫോഴ്സിൽ പ്രവർത്തിക്കാൻ ഒരു ഒബ്ജക്റ്റ് വേണം. ശരീരത്തിലെ അവയവങ്ങളൊക്കെ വൈറ്റൽ ഫോഴ്സിന് പ്രവർത്തിക്കാനുള്ള ഓരോ ഉപകരണങ്ങൾ എന്ന തരത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ചില സവിശേഷ സാഹചര്യങ്ങളിൽ ഈ ഉപകരണങ്ങളിലൂടെയുള്ള ഈ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ, വൈറ്റൽ പ്രിൻസിപ്പിളിൽ വരുന്ന ഡിറേഞ്ച്മെൻറ്റിൻ്റെ മാനിഫെസ്റ്റേഷൻ ഒരു ഉപകരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അവയവത്തിൽ നിന്നും മറ്റു ഉപകരണത്തിലേക്ക് മാറാം. അത് സാധ്യമാണ്. ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ചുകൊണ്ട് രോഗം വരുന്നതിനെക്കുറിച്ചും രോഗശമനം ഉണ്ടാകുന്നതിനെക്കുറിച്ചും രോഗം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും ഉള്ള തത്വം അനുസരിച്ചുകൊണ്ട് നമുക്കങ്ങനെ വിശദീകരിക്കാൻ പറ്റും. ആ ഒരു കാഴ്ചപ്പാടിൽ വേണം കെൻ്റ് പറയുന്ന ഈ ഇൻക്ലിനേഷനെ കുറിച്ച് കാണാൻ. ഇറ്റ് സീംസ്, ഇങ്ങനെ കാണപ്പെടുന്നു. എങ്ങനെയാണ്? റുമാറ്റിക് കണ്ടീഷൻസ് ആർ ഇൻക്ലൈൻ ടു ഓൾട്ടർനേറ്റ് വിത്ത് ഡയറിക് കണ്ടീഷൻസ്. വാദസംബന്ധമായ പ്രശ്നങ്ങളും വയറിളക്കമായിട്ട് സംബന്ധിച്ച പ്രശ്നങ്ങളുമായി മാറിയും മറിഞ്ഞും വരാനുള്ള ഒരു ചായ്വ്, ഒരു പ്രവണത ഉള്ളതായി കാണപ്പെടുന്നു. അപ്പം ഇത്തരം മാറ്റങ്ങൾ, ഇത്തരം പ്രവണതകൾ വെച്ചുകൊണ്ട് നമുക്ക് അതിന് യോജിക്കുന്ന ഔഷധങ്ങൾ നമുക്ക് കണ്ടെത്താനും സാധിക്കും. ഇൻ ഹോട്ട് വെതർ ഇറ്റ് ഹാസ് ഡയറിയ ആൻഡ് ഡിസെൻട്രി. ഇൻ വിൻ്റർ ഇറ്റ് ഹാസ് ചെസ്റ്റ് ട്രബിൾസ് ആൻഡ് കാറ്റാർ ഓഫ് ദ എയർ പാസേജസ്. അപ്പോൾ കാലിബൈക്രോമിക്കം കാലാവസ്ഥാ ഭേദങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തന മേഖലയും മാറും. അതും നമ്മളിപ്പോൾ ഈ കണ്ട ആ ഒരു വൈറ്റൽ പ്രിൻസിപ്പിൾ, വൈറ്റൽ ഫോഴ്സ്, ഓർഗൻസ്, ആ ഒരു ക്രമം അനുസരിച്ച് ഇതിനെയും കാണാവുന്നതാണ്. ഇവിടെ വേനൽക്കാലത്ത് കാലിബൈക്ക് ഡയറിയയും ഡിസെൻട്രിയും ഉണ്ടാക്കുന്നു. എന്നാൽ വിൻ്ററിൽ, തണുപ്പ് സമയത്ത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ചെസ്റ്റ് ട്രബിൾസ്, നെഞ്ചിൻ്റെ പ്രശ്നങ്ങൾ, എയർ പാസേജസ്, മൂക്ക് മുതൽ ശ്വാസകോശം വരെയുള്ള എയർ പാസേജസിൽ കഫത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ദർ ഇസ് പെയിൻ ഇൻ ദ അബ്ഡമൻ ബിഫോർ ദ സ്റ്റൂൾ,
മച്ച് പെയിൻ ഡ്യൂറിങ് സ്റ്റൂൾ, ക്രാമ്പിങ് ആൻഡ് ടെനസ്മസ്. അപ്പോൾ വയറ്റിൽ നിന്ന് പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മലശോധനയ്ക്ക് മുൻപ് അടിവയറ്റിൽ വേദനയുണ്ട്, മലം പോകുമ്പോൾ വേദനയുണ്ട്, ക്രാമ്പിങ്ങും ഒക്കെ ഉണ്ട്, വലിച്ചു കോച്ചലും ഒക്കെ ഉണ്ട്. ആഫ്റ്റർ സ്റ്റൂൾ ഇറ്റ് ഹാസ് ടെനസ്മസ് ലൈക്ക് മെർക്കുറിയസ്. അപ്പോൾ മലശോധനയ്ക്ക് ശേഷം മെർക്കുറിയസിനെ പോലെ വയറുകടി, വയറുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇറ്റ് ഹാസ് കോൺസ്റ്റിപ്പേഷൻ വിത്ത് ഹാർഡ് നോട്ടി സ്റ്റൂൾ. കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, നേരെ വാട്ടറി ഡയറിയ പറഞ്ഞു, ഇവിടെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. നോട്ടി സ്റ്റൂൾ ഫോളോഡ് ബൈ സീവിയർ ബേണിംഗ് ഇൻ ദ പാർട്സ്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ മലശോധനയ്ക്ക് ശേഷം മലാശയത്തിൻ്റെ ഭാഗങ്ങളിൽ വല്ലാത്ത പൊള്ളൽ. ബേണിംഗ് ഇൻ ദ ഏനസ് ആഫ്റ്റർ സ്റ്റൂൾ. മലശോധനയ്ക്ക് ശേഷം മലാശയത്തിൽ പൊള്ളുന്ന തരത്തിലുള്ള അനുഭവം. പ്രൊലാസ്പസ് ഓഫ് ദ റക്ടം. മലാശയം തള്ളി വരുന്ന അവസ്ഥ. ആഫ്റ്റർ ഡ്രൈ ഹാർഡ് സ്റ്റൂൾ ദർ ഇസ് ബേണിംഗ് ഇൻ ദ റക്ടം. Patient suffers from a sensation of a large plug in the rectum and there is great soreness in the anus. മലാശയത്തിൽ വലിയൊരു ആപ്പടിച്ച് കയറ്റിയ പോലെ, ഒരു പ്ലഗ് ചെയ്ത പോലെ അടഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. He suffers much from hemorrhoids which protrude after stool and are very painful. മലശോധനയ്ക്ക് ശേഷം ഹെമറോയിഡ്സ് പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ്. അർഷസ്, പൈൽസ്, അങ്ങനെയൊക്കെ പല പേരുകളിൽ പറയുന്ന ഒരവസ്ഥ. ഹെമറോയിഡ്സ് തള്ളി വരുന്നു, അത് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. പെയിൻ ഇൻ ദ ബാക്ക് വിത്ത് ബ്ലഡി യൂറിൻ. രക്തം കലർന്ന മൂത്രം പോകാം, ആ സമയത്ത് പിൻഭാഗത്ത്, നടുഭാഗത്ത് വേദന. ഷൂട്ടിംഗ് പെയിൻസ് ഇൻ ദ റീജിയൻ ഓഫ് ദ കിഡ്നീസ്, ഓൾസോ ഏക്കിംഗ് ഇൻ ദ റീജിയൻ ഓഫ് ദ കിഡ്നീസ് വിത്ത് അർജിങ് ടു യൂറിനേറ്റ് ഇൻ ദ ഡേ ടൈം. അപ്പോൾ വൃക്കയുടെ ഭാഗത്തുള്ള വേദന, മൂത്രമൊഴിക്കാനുള്ള അർജിങ് വരുന്ന സമയത്ത് കിഡ്നിയുടെ ഭാഗത്ത് വേദന പകൽ സമയത്ത്. അപ്പോൾ കിഡ്നി രോഗം എന്നുള്ള പേരിൽ ഇന്ന് ജലദോഷം പോലെ എല്ലായിടത്തും വ്യാപകമായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ധാരാളം ഹോമിയോപ്പതിക്ക് ഔഷധങ്ങളുണ്ട്. സാധാരണ ആളുകൾ ഇത്തരം അവസ്ഥകൾ കാണാൻ നേരത്ത് അതിനെ ഉടനെ പോകും, സ്കാനിങ് നടത്തും, സർജറി ചെയ്യും, അവസാനം കിഡ്നി മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ സിംറ്റംസ് ശരിയായിട്ട് നിരീക്ഷിച്ച് കൃത്യമായൊരു ഔഷധം ആ സമയത്ത് സ്വീകരിക്കാൻ ഇത്തരം രോഗികൾക്ക് സാധിച്ചാൽ ഈ സങ്കീർണവും ചെലവേറിയതും പലപ്പോഴും അപകടം പിടിച്ചതുമായിട്ടുള്ള ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ബോധവൽക്കരണം നിങ്ങൾ രോഗികൾക്കും പൊതുജനങ്ങൾക്കും കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഹോമിയോപ്പതിയിലൂടെ വളരെ സ്വച്ഛന്തമായിട്ട് എത്രയോ രോഗാവസ്ഥയുള്ള മനുഷ്യരെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. റോപ്പി മ്യൂക്കസിൻ്റെ യൂറിൻ, മൂത്രത്തിൽ കഫം, നൂല് പോലുള്ള കഫം. ഇപ്പം നിലവിൽ എൻ്റെ ഒരു പരിചയമുള്ള ഒരാൾക്ക് ഈ ഒരു അവസ്ഥയുണ്ട്, മൂത്രത്തിൽ പത വരുന്നൊരവസ്ഥ. ആ മൂത്രം ഞാൻ ശരിക്കും നിരീക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ റോപ്പി കണ്ടീഷനുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് എന്നോട് പറഞ്ഞത്. പോയി ടെസ്റ്റ് നടത്തി, മൂത്രം ടെസ്റ്റ് നടത്തി കഴിയുമ്പോഴേക്കും അതിൽ എപ്പിത്തീരിയൽ സെൽസ് കുറച്ച് കൂടുതലുണ്ടെന്നല്ലാതെ വേറെ യാതൊരു പ്രശ്നങ്ങൾക്കില്ല. അപ്പം ഞാൻ അവിടെ ഒരു ഹോമിയോപ്പതിന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പോയി കാണുക, വിശദാംശങ്ങൾ പറയുക, ശരിയായി വരും. കാരണം അയാളുടെ ഒരു വൃക്ക പോയിരിക്കും, ഒന്നേ ഉള്ളൂ. ആ ഒരു അവസ്ഥയാണിപ്പോൾ. മറ്റേ വൃക്കയെ തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും, കാലിബൈക്കോ അതുപോലെ മറ്റേതെങ്കിലും ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. പെയിൻ ഇൻ ദ കോക്കിക്സ് ബിഫോർ യൂറിനേഷൻ. മൂത്രം ഒഴിക്കുന്നതിന് മുൻപ് കോക്കിക്സ് റീജിയനിൽ വേദന. റിലീവ്ഡ് ആഫ്റ്റർവേഡ്സ്. മൂത്രശേഷം അതിന് ശമനമുണ്ട്. ബേണിംഗ് ഇൻ ദ ഫോസ നാവിക്കുലോസിസ് ഡ്യൂറിങ് യൂറിനേഷൻ. ലിംഗാഗ്രഹത്തും മൂത്രമൊഴിക്കുന്ന സമയത്ത് ലിംഗാഗ്രഹത്തിനുള്ളിലുള്ള ഭാഗത്ത് വേദന. പുരുഷന്മാരിലാണിത് കൂടുതൽ കാണുന്നത്, സ്ത്രീകളിലും ഉണ്ടാകാം. ഇൻ ദ മെയിൽ ദ സെക്ഷൽ ഡിസയർ ഈസ് ജനറലി ആബ്സെൻറ്റ്. പുരുഷന്മാരിൽ ലൈംഗിക താല്പര്യം പൊതുവെ ഇല്ലാത്തൊരവസ്ഥ. ദർ ഇസ് എ സ്ട്രോങ് കോൺസ്ട്രിക്റ്റിംഗ് ആൻഡ് കോൺട്രാക്റ്റിംഗ് പെയിൻ ഇൻ ദ എൻഡ് ഓഫ് ദ പീനിസ് ആൻഡ് മച്ച് ഇച്ചിങ് ഓഫ് ദ പ്യൂബ്സ്. പുരുഷന്മാരിൽ പീനിസിൻ്റെ അഗ്രഭാഗത്ത് അടഞ്ഞിരിക്കുന്ന പോലെ, വലിയുന്ന പോലെയുള്ള ശക്തമായൊരു അനുഭവം. പ്യൂബ്സിൽ വല്ലാത്ത ചൊറിച്ചിൽ. ഡീപ്പ് പഞ്ച്ഡ് ഔട്ട് ഷാങ്കേഴ്സ്, വെരി ഹാർഡ്. പഞ്ച്ഡ് ഔട്ട് ആയിട്ടുള്ള അവസ്ഥ നമ്മൾ നേരത്തെ കണ്ട, വ്രണങ്ങൾ ഇങ്ങനെ കുഴിച്ചതുപോലെ. അപ്പോൾ ഷാങ്കേഴ്സും അങ്ങനെ വരുന്നു, വളരെ കട്ടിയുള്ളതാണ്. സ്റ്റിച്ചിങ് ഇൻ ദ പ്രൊസ്ട്രേറ്റ് ഗ്ലാൻഡ് വെൻ വാക്കിംഗ്. നടക്കുമ്പോൾ പുരുഷഗ്രന്ഥിയുടെ ഭാഗത്ത്, പ്രൊസ്ട്രേറ്റിൻ്റെ അവിടുത്ത് കുത്തുന്ന പോലുള്ള വേദന.
റോപ്പി വിസിഡ് മ്യൂക്കസ് ഡിസ്ചാർജ് ഫ്രം ദ യുറേത്ര. നൂല് പോലുള്ള കട്ടിയുള്ള കഫം കലർന്ന ഡിസ്ചാർജ് യുറേത്രയിൽ നിന്നും. As there is much relaxation in the remedy during hot weather, it especially affects the woman. അപ്പോൾ ചൂടുള്ള സമയത്ത് ഈ കാലിബൈക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അവയവങ്ങളിലും റിലാക്സേഷൻ വളരെയധികം അയവ് കാണുന്നു എന്നുള്ളതിനാൽ ഈ അവസ്ഥ സ്ത്രീകളെയാണ് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. ഗർഭപാത്രത്തെയും ബ്ലാഡറിനെയും ഒക്കെ ബാധിച്ച് സ്ത്രീകളിൽ വലിയ പ്രശ്നം വേനൽക്കാലത്തുണ്ടാക്കും. സ്ത്രീകളിൽ അത്തരം സാഹചര്യങ്ങളുണ്ടാകുന്ന റിലാക്സേഷനോട് ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളിൽ കാലിബൈക്കിനെയും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഷി സഫേഴ്സ് ഫ്രം പ്രൊലാപ്സസ് ഇൻ ദ സമ്മർ ടൈം ഡ്യൂറിങ് ഹോട്ട് വെതർ. ചൂട് സമയത്ത് കൂടുതൽ അനുഭവിക്കുന്ന കേസുകൾ വരുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇറ്റ് ഈസ് എ വെരി യൂസ്ഫുൾ റെമഡി ഇൻ ദ വുമൺ ഫോർ സബിൻവല്യൂഷൻ. പ്രസവാനന്തരം ഗർഭാശയം പൂർവ്വസ്ഥിതിയാകാത്ത അവസ്ഥ, നേരത്തെ പറഞ്ഞ റിലാക്സേഷൻ തന്നെ. വിശേഷിച്ചും വേനൽക്കാലത്തൊക്കെ നടക്കുന്ന പ്രസവങ്ങൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കാലിബൈക്കിനെ കുറിച്ച് ചിന്തിക്കാം. ധാരാളം ഔഷധങ്ങളുള്ളതുണ്ട്. ഇൻ ദ മെൻസ്ട്രൽ ഫ്ലോ ദർ ആർ ഓഫൺ മെംബ്രെയിൻസ് ദാറ്റ് കോസ് ഹെയർ ടു സഫർ. അപ്പോൾ മെൻസ്ട്രൽ ഫ്ലോയിൽ ഇങ്ങനെ സ്ഥലങ്ങൾ, മെംബ്രെയിൻസ്, ഗർഭപാത്രത്തിനുള്ളിലുണ്ടാകുന്ന വിട്ടുപോകുന്ന സ്ഥലങ്ങളാവാം. അതുകൊണ്ട് വളരെയധികം പ്രയാസം, വേദനയൊക്കെ ഉണ്ടാവും, ഒരുപാട് സഹിക്കും അങ്ങനെയുള്ള സ്ത്രീകൾ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ കാലിബൈക്കിനും അതേപോലെ മറ്റു ഔഷധങ്ങളുകൊണ്ടും സഹായിക്കാവുന്നതാണ്. The menstrual flow is too soon, excoriates the parts, causes the labia to swell and itch. അപ്പോൾ ആർത്തവപ്രവാഹം വളരെ വേഗം, സമയം തെറ്റി വളരെ വേഗം വരുന്നു. അത് സ്പർശിക്കുന്ന ഭാഗങ്ങളെല്ലാം തൊലി പോകുന്നു, ദ്രവിച്ചു പോകുന്നു. ലാബിയയിൽ വീക്കവും ചൊറിച്ചിലും ഉണ്ടാകുന്നു. ലൈക്ക് ദ കാറ്ററർ കണ്ടീഷൻസ് ഓഫ് അതർ മ്യൂക്കസ് മെംബ്രെയിൻസ് ദർ ഇസ് ലുക്കോറിയ, ദർ ഇസ് യെല്ലോ ആൻഡ് റോപ്പി. ഇതിൻ്റെ കാറ്ററൽ കണ്ടീഷൻസിൽ വളരെ ശക്തമായിട്ട് കാലിബൈക്കിലുണ്ട്. ഇവിടെ സ്ത്രീകളിൽ അത് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് ലുക്കോറിയ ആയിട്ട് അത് പ്രകടിപ്പിക്കപ്പെടുന്നു. ആ ലുക്കോറിയയിൽ വരുന്ന ഫ്ലോയും റോപ്പി ആയിരിക്കും, നൂല് പോലെ വരാം. അത് മഞ്ഞ നിറത്തിലും ആകാം. ഇറ്റ് ഹാസ് ബീൻ എ മോസ്റ്റ് യൂസ്ഫുൾ റെമഡി ഇൻ ദ വോമിറ്റിംഗ് ഓഫ് പ്രഗ്നൻസി വെൻ ദ അതർ സിംപ്റ്റംസ് എഗ്രി ആൻഡ് ഓൾസോ വെർ ദ മിൽക്ക് ബിക്കംസ് സ്ട്രിഞ്ചി. ഗർഭകാലത്തുള്ള ഛർദി ഒത്തിരി പേരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ടോട്ടാലിറ്റി ഉണ്ടെങ്കിൽ കാലിബൈക്ക് കൊണ്ടും ഈ പ്രശ്നം മാറും. എത്രയോ അധികം വിലപ്പെട്ട ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടെന്ന് ഓർക്കുക. സ്ത്രീകളെയും പുരുഷന്മാരെയും ഗർഭിണികളെയും ഒക്കെ എല്ലാത്തരം ആളുകളെയും ബുദ്ധിമുട്ടിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ. വൃക്കരോഗത്തിൽ പോലും ഇത് എങ്ങനെ നമുക്ക് ഉപകരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മഹത്തായ ഒരു സമ്പത്താണ്. ഹോമിയോപ്പതി എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാൻ പറ്റാത്തത്ര വിപുലമായ സാധ്യതയുള്ള ഒരു സമ്പത്താണ്. ആ സമ്പത്തിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കെൻറ്റിൻ്റെ ഈ ഗ്രന്ഥം, ഇനി ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക്ക് മെറ്റീരിയൽ ചെയ്യാൻ വേണ്ടിക്കുക, അതിൻ്റെ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ, മറ്റ് മാസ്റ്റേഴ്സിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ആ ഹോമിയോപ്പതിയുടെ മഹത്വം, അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാൻ സഹായിക്കും. ആ വില മനസ്സിലാക്കിയാലേ അതിനെ ശ്രദ്ധാപൂർവം പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വില മനസ്സിലാക്കാൻ ഇത്തരം ലെക്ചേഴ്സ് നമ്മൾ ഉപകരിക്കും. ഇനി അടുത്ത ഒരു എപ്പിസോഡ് കൂടി കാലിബൈക്ക് അവസാനിക്കും. അപ്പോൾ ഇതുവരെ ഈ പരമ്പര ശ്രമിച്ച എല്ലാവർക്കും നന്ദി. തുടർന്നുള്ള പരമ്പരകൾ എല്ലാവരും കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.